സൂറത്തുൽ ബഖറയിലെ 146 വചനമുണ്ട്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ് യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. വേദം നൽകപ്പെട്ട ആളുകൾ യഅരിഫൂനഹു അവർക്ക് അറിയാം, അങ്ങയെ അറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന സത്യം അറിയാം, ഇസ്ലാം അള്ളാഹുവിൽ നിന്നാണെന്നുള്ള യാഥാർത്ഥ്യവും അറിയാം. ഏതുപോലെ അറിയാം? യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അവർക്ക് അവരുടെ മക്കളെ അറിയുന്നത് പോലെ അങ്ങയെ അറിയാം, ഇസ്ലാമിൻ്റെ സത്യതയെ അറിയാം എന്ന് അള്ളാഹു പറയുകയാണ് സൂറത്തുൽ ബഖറയിലൂടെ. വേദക്കാരായ ആളുകൾക്ക് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു എന്നത് ഇവിടെ ഖുർആൻ സ്ഥാപിക്കുകയാണ്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ മുൻവേദങ്ങളുടെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ ഇന്നും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സൂചനകളുള്ളത് ഓർമ്മയിൽപ്പെടുത്തി. എന്നാൽ ഇന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന സമയത്ത് വേദക്കാർ തങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നു എന്ന ചരിത്ര യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. ഒന്നാമത്തെ സംഭവം നമുക്കറിയാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ പ്രായത്തിൽ 12 വയസ്സ് 8 വയസ്സ് രണ്ടഭിപ്രായങ്ങളുമുണ്ട്. 12ാം വയസ്സിൽ എന്ന് നമുക്കെടുക്കാം, ഷാമിലേക്കുള്ള കച്ചവട യാത്രയ്ക്ക് പോകുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്രം നമുക്കറിയാം. ജനിക്കും മുമ്പേ പിതാവ് മരണപ്പെട്ടു, 6ാം വയസ്സിൽ മാതാവ് മരണപ്പെട്ടു, 8ാം വയസ്സിൽ സംരക്ഷകനായ അബ്ദുൽ മുത്തലിബ് എന്ന പിതാമഹന് മരണപ്പെട്ടു. പിന്നെ പിതൃവിന് അബൂ താലിബിൻ്റെ സംരക്ഷണയിലായിരുന്നു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ താലിബിന് ഏറെ മക്കളുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഒക്കെ അബൂ താലിബിൻ്റെ മക്കളിൽപ്പെട്ടവരാണ്. അപ്പോൾ കിട്ടുന്ന പണം കൊണ്ട് എല്ലാ മക്കളെയും പരിപാലിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പോൾ തൻ്റെ മൂത്താപ്പിയെ സഹായിക്കാൻ വേണ്ടി കച്ചവട സംഘത്തോടൊപ്പം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറിയ പ്രായത്തിൽ പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് ബഹീറ എന്നൊരു വേദപണ്ഡിതനെ കാണുന്നുണ്ട്. ഈ വേദപണ്ഡിതൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയുന്നുണ്ട്. കാരണം അവരൊക്കെ ദേ വർ വെയിറ്റിംഗ് ഫോർ എ പ്രോഫറ്റ്. അവർ അന്ത്യപ്രവാചകന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ ലക്ഷണങ്ങളെല്ലാം ഈ ബാലനിലുണ്ട് എന്ന് വേദം പഠിച്ച വേദാന്തിക്ക് ബോധ്യമായി. അദ്ദേഹം അബൂ താലിബിനോട് പറഞ്ഞു, ജൂതന്മാരുടെ കണ്ണിൽപ്പെടാതെ സൂക്ഷിച്ചു കൊള്ളണം. അവർ അന്ത്യപ്രവാചകൻ അവരിൽ നിന്നല്ല വരുന്നത് എങ്കിൽ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് ധ്വനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അബൂ താലിബ് വിശ്വാസിയാണോ അല്ലയോ എന്ന ചർച്ച പണ്ഡിതർക്കിടയിൽ നടന്നിട്ടുണ്ട്. കാരണം അബൂ താലിബ് ഒരിക്കലും വിശ്വാസത്തെ നിഷേധിച്ചിട്ടില്ല, അള്ളാഹു ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് കാഫിർ എന്ന് പറയുക സാധ്യമല്ലെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ വിശ്വാസം പ്രഖ്യാപിച്ചിട്ടുമില്ല, മനസ്സിലാണ് വിശ്വാസം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അബൂ താലിബ് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന അർത്ഥത്തിലൊക്കെ വിരചിതമായ ഗ്രന്ഥങ്ങൾ അനേകമുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ആദ്യ അവലംബം എന്ന് പറയുന്നത് അബൂ താലിബിന് ഈ വിശ്വാസം മനസ്സിലുണ്ടാകാനുള്ള കാരണങ്ങളിൽ ഒന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ബഹീറയുടെ വർത്തമാനത്തെ വിലയിരുത്താം. കാരണം 12 വയസ്സുള്ള ഈ കുട്ടിയെ കണ്ട് വേദപണ്ഡിതൻ തിരിച്ചറിഞ്ഞു നബിയാകാൻ പോകുന്ന ആളാണ് എന്ന്. എങ്ങനെയാണ് അവർക്ക് ആ അറിവ് കിട്ടിയത്? അവരുടെ വേദങ്ങളിൽ അതേക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യം. അങ്ങനെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ താലിബ് എന്തിനു വിട്ടിട്ടില്ല? കച്ചവട യാത്രകൾക്ക് വിട്ടിട്ടില്ല. കാരണം ജൂതന്മാരുടെ കണ്ണിൽപ്പെട്ടാൽ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. അങ്ങനെ അബൂ താലിബിന് ദാരിദ്ര്യം വർദ്ധിച്ചു, പ്രയാസങ്ങൾ അധികരിച്ചു. അങ്ങനെ തൻ്റെ 25ാമത്തെ വയസ്സിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ താലിബിൻ്റെ സമ്മതം വാങ്ങിക്കൊണ്ട് ഒരു കച്ചവട യാത്രയ്ക്ക് വീണ്ടും മുതിരുകയാണ്. ഇത്തവണ ഖദീജ ബീവി എന്ന മക്കയിലെ അതിസമ്പന്നയായ മഹദിയുടെ കച്ചവട സംഘത്തെ നയിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നിടുന്നത്. ഈ സമയത്ത് ഖദീജ ബീവിയും വേദപണ്ഡിതനായ വറഖത്ത് ബിൻ നൗഫലിൻ്റെ കുടുംബത്തിലെ സ്ത്രീയാണ് ഖദീജ ബീവി. അവർക്ക് അറിയാം ഭാവി പ്രവാചകനെ കുറിച്ച്. അപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് ഖദീജ ബീവിയും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിലേക്ക് അനേകം സൂചനകൾ നമുക്ക് ലഭിക്കും. ഇതൊന്നും തീർപ്പുകളല്ല, ചരിത്രം വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില സൂചനകൾ മാത്രമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിലയിരുത്താൻ വേണ്ടി മൈസറത്ത് എന്നൊരു അടിമയെ, അത് പേര് കേൾക്കുമ്പോൾ നമുക്ക് സ്ത്രീയാണെന്ന് തോന്നും, പക്ഷെ പുരുഷനായിരുന്നു മൈസറത്ത് എന്നൊരു അടിമ. ആ അടിമയെ ഖദീജ ബീവി അയച്ചിരുന്നു. തിരിച്ചു വന്ന് മൈസറത്ത് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന വഴിയിൽ മേഘം തണലിട്ട് കൊടുത്തതടക്കമുള്ള അത്ഭുതങ്ങൾ. ചില പ്രവാചക ചരിത്ര ഗ്രന്ഥങ്ങളിൽ ആ സമയത്ത് നെസ്തോർ എന്നു പേരുള്ള ഒരു വേദപണ്ഡിതൻ ഇതേ ഷാമിലേക്കുള്ള കച്ചവട യാത്രയുടെ മുൻപ് ബഹീറയെ കണ്ട അതേ ഭാഗത്ത് തന്നെ കണ്ടിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹവും ഭാവി പ്രവാചകനാണ് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഉദ്ധരണികളും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വേദം പഠിച്ച ആളുകളൊക്കെ പ്രവാചകത്വത്തിൻ്റെ മുൻപ് തന്നെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയുന്നു എന്നത്
ഖുർആനി പറഞ്ഞ അല്ലദീന ആതൈനാഹുമുൽ കിതാബ് യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും എന്ന വചനത്തിൻ്റെ ഒരു പുലർച്ചയായി നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ലഭിക്കുന്നു. ഹിറാ ഗുഹയിൽ ഖദീജ ബീവി എന്നവർക്ക് ഇതെല്ലാം മുൻപേ അറിഞ്ഞിട്ടുണ്ട് എന്ന ഒരു അനുമാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന അനേകം സൂചനകളുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീൻ്റെ ആദ്യഘട്ടം അനേകം സ്വപ്നങ്ങളായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നനായി ദിവസങ്ങളോളം ഇരിക്കുന്ന പതിവുണ്ടായിരുന്നു. ഈ സമയത്ത് പുണ്യനബിക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ വേണ്ടി അന്ന് 55 വയസ്സുള്ള ഖദീജ ബീവി എന്ന മധ്യവയസ്ക ആ ഹിറാ പർവ്വതം, ഇന്ന് ഉംറയ്ക്ക് പോകുന്ന യുവാക്കൾക്ക് പോലും കയറാൻ പ്രയാസമുള്ള ആ കുന്ന് കയറി ഇറങ്ങുമായിരുന്നു. കാരണം ഷി വാസ് വെയിറ്റിംഗ്. അവർക്ക് അറിയാമായിരുന്നു ഇത് അള്ളാഹുവിൻ്റെ ദൂതരാകാൻ സാധ്യതയുണ്ട് എന്ന്. അതുകൊണ്ടല്ലേ ആദ്യത്തെ വഹി പഞ്ചസൂക്തം അവതരിക്കപ്പെട്ട സമയത്ത് ജമ്മിലൂനി യാ ഖദീജ, പുതപ്പിട്ട് മൂടു പ്രിയതമേ എന്ന് പറഞ്ഞ് പുണ്യനബി വന്ന സമയത്ത് പനിച്ചിട്ട് ഭർത്താവ് വന്നാൽ ഡോക്ടറുടെ അടുത്തേക്കാണല്ലോ പോകേണ്ടത്. പക്ഷെ ഖദീജ ബീവി പോയത് വറഖത്ത് ബിൻ നൗഫൽ എന്ന തൻ്റെ പിതൃവ്യപുത്രനായ വേദപണ്ഡിതൻ്റെ അടുത്തേക്കാണ്. കാരണം എന്താ? ഷി വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് എന്ന് നമുക്ക് അതിൽ നിന്ന് അനുമാനിക്കാവുന്നത് പോലെയല്ലേ അത്. അവിടുന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ മഹദി സമാധാനിപ്പിക്കുന്നുണ്ട്, അള്ളാഹു അങ്ങയെ ഒരിക്കലും വേദനിപ്പിക്കുകയില്ല. അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവർ, പാവങ്ങളെ സഹായിക്കുന്നവർ, സേവന മനോഭാവമുള്ളവർ ഒക്കെയല്ലേ. പ്രവാചകത്വത്തിൻ്റെ മുൻപും ഈ വിശേഷണങ്ങളൊക്കെ നബിയിലുണ്ട് എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ വറഖത്ത് ബിൻ നൗഫൽ എന്ന വേദപണ്ഡിതനും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയുന്നുണ്ട്. നമ്മളത് മുൻപ് പറഞ്ഞു. വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വറഖ പറഞ്ഞിട്ടാണ് പുണ്യനബി അറിയുന്നത് ആ ദൂതുകാരൻ മുൻകാല പ്രവാചകർക്ക് മൂസ നബി അലൈഹി സ്വലാം അടക്കമുള്ളവർക്ക് ദൂതുമായി വന്ന ദിവ്യ സന്ദേശവുമായി വന്ന വ്യക്തിത്വമാണ് എന്ന്. ഭാവിയിൽ പ്രവാചകത്വവാദവുമായി പ്രവാചകത്വം അള്ളാഹുയെ ഔദ്യോഗികമായി ഏൽപ്പിച്ച് പ്രബോധനം ആരംഭിക്കുന്ന സമയത്ത് ഞാനെങ്ങാനും ജീവിച്ചിരിക്കുമെങ്കിൽ തീർച്ചയായും തങ്ങളെ പിന്തുണയ്ക്കുമായിരുന്നു എന്ന് വറഖത്ത് ബിൻ നൗഫൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വറഖത്ത് ബിൻ നൗഫൽ ആണ് ആദ്യ വിശ്വാസികളിലെ പുരുഷന്മാരിലെ ആദ്യ വിശ്വാസി എന്ന് പറഞ്ഞ അഭിപ്രായപ്പെട്ട പണ്ഡിതരും ചരിത്രത്തിലുണ്ട്. മറ്റൊരു സംഭവമാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റേത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സൽമാനുൽ ഫാരിസി എന്ന് പറയുന്നത് സത്യാന്വേഷികൾക്കുള്ള മാതൃകാ വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു തീ ആരാധകരുടെ മജൂസി കുടുംബത്തിലാണ് ജനിച്ചത്. തീ ആരാധന ഒരിക്കലും ശരിയല്ല, ബിംബങ്ങളെ പൂജിക്കുന്നതും ശരിയല്ലെന്ന് തൻ്റെ ബുദ്ധി കൊണ്ട് ബോധ്യപ്പെട്ട സൽമാൻ ഫാരിസി പിതാവിൽ നിന്നും അകന്ന് യഥാർത്ഥ ദൈവ സന്ദേശം ലഭിക്കാൻ, ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കാൻ, മനസ്സിലാക്കാൻ വേണ്ടി അന്നത്തെ ക്രൈസ്തവ പുരോഹിതന്മാരുടെ അടുത്ത് യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ അടുത്ത് വർഷങ്ങളോളം ചിലവഴിക്കുന്നുണ്ട്. അപ്പോഴാണ് വരാൻ പോകുന്ന ഒരു പ്രവാചകനെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുന്നത്, ആ പ്രവാചകൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കുന്നത്. അത് അറബി നാട്ടിലാണ് എന്നു സൂചനകൾ കൂടി അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഇനി മക്കയിലെത്തണം, അറബി നാട്ടിലെത്തണം, വഴിയറിയില്ല, പോകുന്ന വഴിക്ക് ഒരു കച്ചവട സംഘത്തോട് വഴി കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ വഴി കാണിച്ചു കൊടുക്കും, പക്ഷെ പകരം അടിമയാക്കും എന്ന് തീരുമാനിക്കുകയും സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അവരുടെ അടിമയാകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത്. പുണ്യനബി പ്രവാചകത്വവാദവുമായി ജനങ്ങളിലേക്ക് പ്രബോധനത്തിൽ ഇറങ്ങിയ സമയമായിരുന്നു അത്. ആ സമയത്ത് വേദപണ്ഡിതരിൽ നിന്നും താൻ മനസ്സിലാക്കിയ 3 അടയാളങ്ങൾ പുണ്യനബിയിൽ ഉണ്ടോ എന്ന് സൽമാൻ ഫാരിസി പരിശോധിക്കുന്നുണ്ട്. ഏതാണത്? ഒന്ന്, അദ്ദേഹം ഹദിയ നൽകിയാൽ സ്വീകരിക്കും, സ്വതക്ക നൽകിയാൽ സ്വീകരിക്കില്ല. ആദ്യം കുറച്ച് ഈത്തപ്പഴം കൊണ്ടുപോയി കൊടുത്തു, ഇത് സ്വതക്കയാണ് യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞു. പുണ്യനബി അത് സ്വീകരിച്ചു, അല്പം പോലും കഴിക്കാതെ ചുറ്റുമുള്ളവർക്ക് വീതിച്ചു കൊടുത്തു. ഒന്നാമത്തെ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. പിറ്റേ ദിവസം ഹദിയാണ് എന്ന് പറഞ്ഞ് കൊണ്ടുകൊടുത്തു, അതിൽ നിന്ന് അല്പം മാത്രം ഭക്ഷിക്കുകയും മറ്റുള്ളവർക്ക് ബാക്കിയെല്ലാം വീതിച്ചു കൊടുക്കുകയും ചെയ്തു. രണ്ടാമത്തെ പരീക്ഷണവും വിജയിച്ചു. ഹദിയ സ്വീകരിക്കും, സ്വതക്ക സ്വീകരിക്കില്ല പ്രവാചകന്മാർ. മൂന്നാമത്തേത്, അന്ത്യപ്രവാചകത്വത്തിൻ്റെ അടയാളം അവിടുത്തെ ചുമലിലുള്ളത് കാണലാണ്. എങ്ങനെയാണ് കാണുക? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ലജ്ജ ഉള്ള വ്യക്തിത്വമാണ്. തൻ്റെ ഔറത്ത് മറ്റുള്ളവർ കാണുന്നതിൽ നിന്ന്, അനാവശ്യമായ സംസാരങ്ങൾ, പദപ്രയോഗങ്ങൾ ഒഴിവാക്കുന്നതിലൊക്കെ അവിടുന്ന് തീവ്രമായ ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെ യാദൃച്ഛികമായി ഒരിക്കൽ പുണ്യനബിയുടെ മേൽമുണ്ട് പുറത്തു വീണ സമയത്ത് സൽമാൻ ഫാരിസി അത് കാണുകയും അന്ത്യപ്രവാചകത്വത്തിൻ്റെ അടയാളം തിരിച്ചറിയുകയും അങ്ങനെ സത്യവിശ്വാസം സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ബഹീറയ്ക്ക്, നെസ്തോറിന്, വറഖത്ത് ബിൻ നൗഫലിന്, സൽമാനുൽ ഫാരിസിക്കൊക്കെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ ഇത് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് മനസ്സിലായത്. അവർ പഠിച്ച വേദങ്ങളിൽ അതേക്കുറിച്ചുള്ള സൂചനകളുണ്ടായിരുന്നു എന്നതാണ് അതിൻ്റെ കാരണം. നമ്മൾ തന്നെ മുൻപ് പറഞ്ഞ മറ്റൊരു സംഭവമുണ്ടല്ലോ,
പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏകദേശം അവസാന കാലമായി, 59 വയസ്സായി. ഹുദൈബിയ സന്ധി നടന്നു. വിദേശ രാജാക്കന്മാർക്ക് കത്തുകൾ അയച്ചു. അങ്ങനെ ഒരു കത്ത് റോമൻ ബൈസൻറ്റൈൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായ ഹിറാക്കിളിന് കിട്ടി. ഹിറാക്കിൾ തൻ്റെ പ്രദേശത്ത് കച്ചവടത്തിന് വന്ന ആളുകളിൽ മക്കക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അബൂ സുഫിയാനെയും സംഘത്തെയും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ആ സമയത്ത് അബൂ സുഫിയാനോട് ആരാണ് നിങ്ങൾ പുണ്യനബിയുമായി കുടുംബബന്ധമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അബൂ സുഫിയാൻ കൈ ഉയർത്തി. അബൂ സുഫിയാനെ മുൻപോട്ട് നിർത്തി കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഹിറാക്കിൾ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് ഹിറാക്കിളിന് മനസ്സിലാകുന്നത്? കാരണം ഇനിയൊരു പ്രവാചകൻ വരാൻ പോകുന്നുണ്ട് എന്ന സൂചന വേദം പഠിച്ച ഹിറാക്കിളിന് ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു കത്ത് ലഭിക്കുമ്പോൾ എന്തിനാണ് അന്വേഷിക്കുന്നത്? അത് വ്യാജമാണ് എന്ന് ഉറപ്പിക്കാമല്ലോ. പക്ഷേ അല്ല, they were also waiting for another prophet. പക്ഷേ മദീനയിലെത്തിയ സമയത്ത് എന്തുകൊണ്ട് യഹൂദ ക്രിസ്ത്യർ ഒരുപാട് ഗോത്രങ്ങളുണ്ടായിരുന്നല്ലോ, പുണ്യനബി അവരോട് സൗഹാർദ്ദത്തിലൂടെ പോകാൻ വേണ്ടി കരാർ ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ ആ കരാർ പൊളിച്ചതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നിട്ടുമുണ്ട്. വിശ്വാസവഞ്ചന ഏതൊരു നാട്ടിലും അപകടകരമാണല്ലോ, രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാണല്ലോ. ഈ മദീനയിലെ ജൂത ക്രൈസ്തവ ഗോത്രക്കാർക്കും അറിയാമായിരുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്ന്. പക്ഷെ അവരുടെ പ്രശ്നം ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായില്ലല്ലോ, യഹൂദിയായ ഒരാളായില്ലല്ലോ, ജൂതനായ ഒരാളായില്ലല്ലോ അന്ത്യപ്രവാചകൻ എന്നതാണ്. അള്ളാഹുവിൻ്റെ ആ തിരഞ്ഞെടുപ്പിലാണ് അവർക്ക് അമർഷമുണ്ടായത്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിനെ എങ്ങനെ സാഷ്ടാംഗം പ്രണമിക്കും എന്ന ഇബ്ലീസിൻ്റെ അതേ ചോദ്യം. ഖുറൈശികളിൽ മറ്റു ഗോത്രക്കാരൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് മുഹമ്മദിൻ്റെ കുടുംബത്തിന് മാത്രം നുബുവത്തടക്കമുള്ളതെല്ലാം അള്ളാഹു നൽകുന്നു എന്ന അസൂയയിൽ നിന്ന് അബൂജഹൽ സത്യനിഷേധിയായതുപോലെ യഹൂദിയായില്ലല്ലോ, ഞങ്ങളിൽപ്പെട്ട ആളായില്ലല്ലോ എന്ന ചിന്തയിൽ നിന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും യഹൂദ ക്രൈസ്തവർ പുണ്യനബിയുടെ മേൽ വിശ്വാസം അർപ്പിക്കാതിരുന്നത് എന്നും നമുക്ക് ബോധ്യമാകും.